that is actually giving you a heavy load to your body. സോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കൂളിംഗ് ടൈം അറിയില്ല, വർക്കൗട്ട് എത്ര സെറ്റ് ചെയ്യണമെന്നറിയില്ല, എത്ര പുഷ് ചെയ്യണമെന്നറിയില്ല, ഇതൊന്നും അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചുമ്മാ ബ്ലൈൻഡ്ലി വർക്കൗട്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് ആൾസോ ഡേഞ്ചറസ്. ഓക്കെ, അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ട്രെയിനറായിട്ട് നോക്കി ചോദിച്ച് മനസ്സിലാക്കുക. ട്രെയിനർ പറഞ്ഞിരുന്നില്ലെന്നുണ്ടെങ്കിൽ ചേഞ്ച് ദ ജിം. ദാറ്റ്സ് ഇറ്റ്. പിന്നുള്ളത് പറഞ്ഞാൽ ലോ ന്യൂട്രീഷണൽ നോളജ് ആണ്. ജസ്റ്റ് ഒന്ന് റിസർച്ച് നടത്തിയാൽ നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ന്യൂട്രീഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ട് വേണം ഒരു ഹെവി ഇൻറ്റൻസിറ്റി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കാരണം യു ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടു യുവർ ബോഡി. സോ ഗ്രൂപ്പ് ക്ലാസ്സസ് ആണ് മറ്റൊരു കാരണം എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ഒരേ കാറ്റഗറിയിലുള്ള ആൾക്കാരല്ല. ഗ്രൂപ്പ് ക്ലാസ്സിൽ നോക്കി കഴിഞ്ഞാൽ പലർക്കും പല ഏജാണ്, പല വെയിറ്റ് ആണ്, പല കാര്യ കണ്ടീഷൻസ് ഉള്ളവർ അതിനകത്ത് ഉണ്ടാവും. ഇതൊന്നും നിങ്ങളുടെ ഗ്രൂപ്പ് ക്ലാസ് ചെയ്യുന്ന ട്രെയിനർ അറിയുന്നുണ്ടാവില്ല. അവർ വർക്കൗട്ട് ചെയ്യിപ്പിക്കും, ഭയങ്കര ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള ക്രോസ് ഫിറ്റ്, HRX, എയറോബിക്സ്, സൂംബ, ഇങ്ങനത്തുള്ള പല വർക്കൗട്ടും ചെയ്യിപ്പിക്കും. സോ ആ ടൈമിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള കൂളിംഗ് ടൈം കൊടുത്തിരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൾസോ വെരി ഡേഞ്ചറസ്. അതുകൊണ്ട് അതും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കുക. ബിക്കോസ് ഒരുപാട് ഹൈ ഇൻറ്റൻസീവ് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇൻറ്റർണൽ ബ്ലീഡിങ് വരെ ഉണ്ടാവുള്ള ചാൻസസ് കൊണ്ട് നിങ്ങളുടെ യൂറിനകത്ത് ബ്ലീഡ് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൾസോ ഡേഞ്ചറസ്. സോ ഗോ ടു ദ ഡോക്ടർ. പിന്നെ നിങ്ങൾ ന്യൂസിനകത്ത് കണ്ടിട്ടുണ്ടാകും ഒരുപാട് പേര് ജിമ്മിൽ മരിച്ചു വരുന്നത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെയൊക്കെ റീസൺസ് ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും ഒന്നായിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ പുറത്ത് പറയാത്ത രീതിയിലുള്ള എന്തെങ്കിലും ബാൻ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ ദാറ്റ് ഈസ് ആൾസോ എ റീസൺ. സോ ഡെയിലി ഓൾമോസ്റ്റ് 8,000 പീപ്പിൾ മരിക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് കാർഡിയാക് അറസ്റ്റ് ഗ്ലോബലി ഇൻ എ ഡേ. അത് ഫിസിക്കൽ ഇന്നാക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ടും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും കൊണ്ട് മാത്രമാണ്. പിന്നെ ഒരു ഷോക്കിംഗ് ന്യൂസും കൂടിയുണ്ട്. 31 മില്യൺ പീപ്പിളാണ് ഡയബറ്റീസുമായിട്ട് ഈ ഒരു ഇന്ത്യയിൽ മാത്രം ഡയഗ്നോസ് ചെയ്തേക്കുന്നത്. പുതിയ കേസസ് ആഫ്റ്റർ 2019 to 2021 മാത്രം 31 മില്യൺ പീപ്പിൾ. അതിൻ്റെ റീസൺസ് എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ ആലോചിച്ചു. കൊറോണയ്ക്ക് ശേഷം 31 മില്യൺ പീപ്പിളിലേക്കാണ് പുതിയ ഡയബറ്റീസ് കേസസ് സ്പൈക്ക് അപ്പ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ചേഞ്ച് ഇൻ ദ ലൈഫ് സ്റ്റൈൽ. ആൾക്കാർ ഭയങ്കരമായിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തു, ഫുഡിലെ കൾച്ചർ ചേഞ്ച് ചെയ്തു, എല്ലാം ചേഞ്ച് ചെയ്തു. ഇന്നാക്ടിവിറ്റിയാണ്, ജങ്ക് ഫുഡ്സാണ് ഇപ്പോൾ കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും ലൈഫ് സ്റ്റൈൽ നോക്കുന്നില്ല, വർക്കൗട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യു ആർ വർക്കിംഗ് ഫോർ 7 days or 6 days or 5 days or 3 days, ഇഫ് യു ആർ ഈറ്റിംഗ് യുവർ ഫുഡ് പ്രോപ്പർലി ദാറ്റ് ഈസ് ഫൈൻ. നിങ്ങൾക്ക് പുറത്ത് പോയി എൻജോയ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇഫ് യു ഹാവൻ ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ ബട്ട് യു ആർ കണ്ടിന്യൂയിങ് യുവർ ഫുഡ് കൾച്ചർ ലൈക്ക് ദിസ്, ദെൻ ദാറ്റ് ഈസ് എ പ്രോബ്ലം. സോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ആൾക്കാർ വിശ്വസിക്കത്തില്ല, ബട്ട് ഇത് പുറത്ത് വരത്തില്ല ഗൈസ്. ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഫാർമ കമ്പനീസിന് ഉണ്ടാവേണ്ട ലാഭം ഉണ്ടാകത്തില്ല. ഞാനും ഒരു ഫാർമ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ബട്ട് ദാറ്റ് ഈസ് ഹൗ ദി സൊസൈറ്റി ഈസ് ഗോയിങ്. പേഷ്യൻസിനെ കൂടുതലും ഉണ്ടാകുന്നത് ആർക്കാണ് ലാഭം? ജസ്റ്റ് ആസ്ക് വൈ ഇറ്റ് ഹാപ്പൻഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്. ദാറ്റ്സ് ഇറ്റ്. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കാം. സീ യു ദെൻ.